ദിരാഗിനാണ് വിവരം നൽകിയത്. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിന്റെ കൂടുതൽ പ്രകമ്പനത്തിന്റെ ദൃശ്യങ്ങളാണ്. രാഗിൻ, ഈ കണ്ണിൽ കൊള്ളേണ്ടിയിരുന്നത് മൂക്കിൻ തുമ്പത്തൂടെ പോയി എന്ന് പറയുന്നത് പോലെ തലനാരിഴയ്ക്കായിരുന്നു അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. കാരണം ചില്ലുകളൊക്കെ ഇത്രയും ആഘാതത്തോടുകൂടിയാണ് പതിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ഈ വീടുകളിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഈ സമയത്ത്, ഈ ക്ഷതമേറ്റ വീടുകളിൽ? ഒപ്പം പ്രായമായവർ, ഇവരൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ കൂടി ചേർത്ത് വായിച്ച. അതെ, അതായത് രണ്ടുപേരുടെ മരണത്തിനും കോടികളുടെ നഷ്ടത്തിനും അടക്കം ഇടയാക്കിയതാണ് ഈ തൃപ്പൂണിത്തുറ പുതിയകാവിലെ വെടിക്കെട്ട് അപകടം. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്കവിടെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. മാത്രമല്ല വീടുകളിലൊക്കെ തന്നെ അസുഖബാധിതരായിട്ടുള്ള ആളുകളുണ്ട്, പ്രായമായവരൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന്, അതായത് ഒരു ഭൂമി കുലുക്കം പോലെ തന്നെയാണ് അവർക്കൊരു ഫീൽ ചെയ്തത്. മാത്രം വലിയ ശബ്ദം, ആ കാതടപ്പിക്കുന്ന ശബ്ദമാണ് അവിടെ ഉണ്ടായത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യഘട്ടത്തിൽ അവർക്ക് മനസ്സിലായതേയില്ല. അതിനുശേഷമാണ് അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതടക്കം ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം പലരും ആശുപത്രിയിലാണ്. അത്തരത്തിലുള്ള ചികിത്സ പലരും തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുണ്ടാക്കിയ മാനസിക ആഘാതവും വളരെ വലുതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തിന് ഏറെ ദൂരമുള്ള വീടുകൾക്ക് പോലും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരമാണ് ആ ഒരു സ്ഫോടനമെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഒരു പരിധിയിൽ കവിഞ്ഞ വെടിക്കോപ്പുകളും മറ്റു കാര്യങ്ങളും അവിടേക്ക് കൊണ്ടുവന്നു. ഇതോടൊപ്പം തന്നെ അവിടെ ആ നിലയിൽ ഒരു സ്ഫോടനം പെട്ടെന്ന് ഉണ്ടാകുന്നു. അതിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ആ ഒരു ചെറിയ മൈതാനത്ത് എടുത്തിരുന്നില്ല. മാത്രമല്ല അനുമതിയും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഇത്രയധികം കാര്യങ്ങൾ അത് കൊണ്ടുവരികയാണ്. കരാറുകാർ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കുമ്പോൾ ഇത് ഒരു മോണിറ്ററിംഗ് സംവിധാനം ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു പരിധിയിലാണോ കാര്യങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതിവിശേഷം എന്താണെന്ന് തൊട്ടടുത്ത് തന്നെയുള്ള വിവിധ സംവിധാനങ്ങളുണ്ട്. റവന്യൂ സംവിധാനങ്ങളുണ്ട്, പോലീസുണ്ട്, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയില്ല എന്നത് തന്നെയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്രയധികം വീടുകൾക്കുണ്ടായിട്ടുള്ള കേടുപാടുകൾക്കൊപ്പം തന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ, ആ ആഘാതം ഇപ്പോഴും തൃപ്പൂണിത്തുറ അതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതിൻ്റെ നടുക്കത്തിൽ നിന്ന് പഴയ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു വിഭാഗം ആഘോഷത്തിന് വേണ്ടി എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മറുവശത്ത് സംഭവിച്ചു പോയത് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള, കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സമ്പാദ്യം ഉപയോഗിച്ച് കെട്ടി ഉയർത്തിയ വീടുകളും അതോടൊപ്പം തന്നെ ഉള്ള കാര്യങ്ങളുമൊക്കെ തകർന്ന് പോകുന്നു. അവരുടെ ഭാവി ജീവിതം ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നു. ഇതിൽ എങ്ങനെയാണ് ഇനി വീട് കെട്ടി ഉയർത്തുക? ആരാണ് തങ്ങളെ സഹായിക്കുക? സ്വാഭാവികമായിട്ടും അവർ അടുത്ത ദിവസം ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ഇതിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്. അത് നിയമപരമായിട്ടുള്ള വശം അത്തരം കാര്യങ്ങൾ നീക്കാൻ. പക്ഷേ നാളെ കയറിക്കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് മറ്റുള്ളൊരു വീട്ടിൽ തന്നെ പോകണം. അതല്ലാതെ തങ്ങൾക്ക് എന്താണ് ഒരു വഴി? അത് പെട്ടെന്ന് സാധ്യമാകുമോ എന്നടക്കമുള്ള ഒട്ടനവധി ചോദ്യങ്ങളും ആശങ്കകളും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള പരിഹാരം ആവശ്യവുമാണ്. അതിന് ഒരു സാധാരണഗതിയിലുള്ള നടപടി മാത്രം കഴിയില്ല. അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഇതിൽ ആവശ്യമായി വരികയാണ്. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.